എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 27 മുതൽ ആരംഭിക്കും. അപ്പോൾ ജൂൺ 27 വരെ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിങ്ങനെ വിവിധ കോട്ടകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ പൂർത്തിയായാലും ഇല്ലെങ്കിലും ഒരു ജൂൺ 27 ശേഷം ബാക്കിയുള്ള സീറ്റുകൾ മെറിറ്റ് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ആ ഒരു സീറ്റുകളിലേക്കും അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് നടത്തിയ ശേഷം ബാക്കിയുള്ള സീറ്റുകളിലേക്കുമുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് സമർപ്പിക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് ചോദിച്ചാൽ, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ പുതിയ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷയിലെ തെറ്റുള്ള വിദ്യാർത്ഥികളും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടി എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും നിങ്ങൾ അപേക്ഷ റിന്യൂ ചെയ്തുകൊണ്ട്, അതായത് അപേക്ഷ പുതുക്കിക്കൊണ്ട് അപേക്ഷയിലെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തിരുത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ പുതിയ ഓപ്ഷനുകൾ നൽകി വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റിൽ ക്യാൻഡിൽ ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്ക് കാണാം. അത് ഏകദേശം ഈ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ക്യാൻഡിൽ ലോഗിൻ സ്പോർട്സ് എന്നുള്ളത് പോലെ തന്നെയാണ് ക്രിയേറ്റ് ക്യാൻഡിൽ ലോഗിൻ SWS എന്നുള്ള ലിങ്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു വേക്കൻസീസ്, അതായത് വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി ലിസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യും. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലയിലേക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. എനിക്കിപ്പോൾ തിരുവനന്തപുരത്തും ആലപ്പുഴയും അപേക്ഷിക്കണമെങ്കിൽ ആ ഒരു തിരുവനന്തപുരം ആലപ്പുഴ ജില്ലയും ഓരോ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ജില്ലയിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ലയിലെ വേക്കൻസീസ് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വേക്കൻസി ഇല്ല സ്കൂളുകളിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകിയത് കൊണ്ട് പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പ്രത്യേകിച്ച് വലിയ ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് സ്പോർട്സ് കോട്ടയുടെ ഈ ഒരു വേക്കൻസി പ്രസിദ്ധീകരിച്ച ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസീസും പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷിക്കേണ്ട വിദ്യാർത്ഥികളും ക്രിയേറ്റ് ക്യാൻഡിൽ ലോഗിൻ SWS എന്നുള്ള ലിങ്ക് ആ ഒരു സമയത്ത് വരും. ഇത് സ്പോർട്സ് കോട്ടയുടെ ലിങ്കാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ലിങ്ക് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് അപേക്ഷിക്കുന്നത് ഓരോ ജില്ലയും സെപ്പറേറ്റായിട്ട് സെലക്ട് ചെയ്ത് ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ആ ഒരു ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ SSLCയുടെ സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആ ഒരു പേര് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ എങ്ങനെയാണോ അപേക്ഷിക്കുന്നത് ആ ഒരു രീതി സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്ച കോഡ്, അതായത് അവിടെ കാണുന്ന നമ്പേഴ്സ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അപ്പോൾ ക്യാൻഡിൽ ലോഗിൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്, മറന്നു പോകരുത്. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ക്യാൻഡിൽ ലോഗിൻ SWS എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ഇത് സ്പോർട്സിൻ്റെ ലിങ്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിമായിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികളായിരുന്നാലും ഇതേ രീതിയിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും അപേക്ഷയിലെ തെറ്റുണ്ടായിരുന്ന വിദ്യാർത്ഥികളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നിങ്ങൾ ഓപ്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്കാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ എല്ലാവിധ
ഡീറ്റെയിൽസും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപേക്ഷയിൽ തെറ്റുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ നിങ്ങളുടെ കാറ്റഗറി, അതുപോലെ പഞ്ചായത്ത്, അതുപോലെ റിലീജിയൻ, അതുപോലെ EWS സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യെസ് എന്ന് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നോ എന്നാക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളാണോ ഉണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് പരിഹരിച്ച ശേഷം, അത് തിരുത്തിയ ശേഷം നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് അത് ന്യൂ ഓപ്ഷൻസ് കൊടുക്കേണ്ടതാണ്. വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ച് ഏതൊക്കെ ആ ഒരു സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകേണ്ടതും ആണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുകൾ പുതുതായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുള്ളൂ. ആപ്ലിക്കേഷൻ പുതുക്കാതെ വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ ഇതുവരെ അപേക്ഷിക്കാതെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ച് ന്യൂ ഓപ്ഷനുകൾ നൽകിയാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പുതിയ ഓപ്ഷനുകളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. പ്രിൻ്റ് ഔട്ട് കിട്ടും മുമ്പായിട്ട് നിങ്ങൾ പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. നിങ്ങളുടെ അപേക്ഷയിലെ എല്ലാവിധ ഡീറ്റെയിൽസും ആ ഒരു പേജിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പേജിൽ എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഓരോ ഡീറ്റെയിൽസിന് നേരെയും ഇതുപോലെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതായത് എഡിറ്റ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്ത് വീണ്ടും പ്രിവ്യൂ പേജിലേക്ക് വരും. പ്രിവ്യൂ പേജിലേക്ക് വന്ന ശേഷം വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് നോക്കി തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയും തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ അവസാനം ഫൈനൽ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് കൺഫേം ചെയ്യും. ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ യാതൊരു കാരണവശാലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് അപേക്ഷയിലെ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുകയും പുതുതായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് ഓപ്ഷനുകൾ നൽകുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണോ അഡ്മിഷൻ വേണ്ടത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തിരുത്തിയ ശേഷം മാത്രമേ ഫൈനലായിട്ട് കൺഫേം ചെയ്യാവൂ. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത ശേഷം പിന്നീട് തെറ്റുകളൊന്നും തിരുത്താനോ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് വേണം ഓപ്ഷനുകൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുകളൊക്കെ കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നീട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.